ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ വീണ്ടും നമ്മളുടെ ആസ്വാൾട്ട് 8ൻ്റെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോയിലാണ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും നമ്മുടെ ആസ്വാൾട്ടിലും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഒരു പുതിയൊരു കിടിലൻ വണ്ടികളൊക്കെ എടുക്കുന്നെന്തായാലും ഉണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോഴൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും, നമ്മളാണെങ്കിൽ പുതിയൊരു വണ്ടികളൊക്കെ എന്തായാലും വാങ്ങിച്ചേക്കാണ്. ഈ വണ്ടി ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും ഏതാണ് വണ്ടി എന്നൊക്കെ. ഇത് വേറെ ഒരു വണ്ടിയല്ല ഗൈസ്, നമ്മളുടെ സ്വന്തം ലാൻസർ ഇവോയിങ് എയറിലൊക്കെയാണ്. മിസ്റ്റുബിഷി ലാൻസർ ഇവോയിങ് എയറിലൊക്കെയാണ്. ഒരു സീന് വണ്ടിയും എയറിലൊക്കെയാണ് ഗൈസ്. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല, ഒരു കിഡിലെ വണ്ടിയും എയറിലൊക്കെ ആണോ. നമ്മൾ കുറേ ദിവസം ആസ്വാൾട്ട് കളിച്ചിട്ടൊക്കെ ഞാൻ ഇന്ന് ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ ഇടാൻ വിചാരിച്ചാണ്, പക്ഷേ എനിക്കെന്തോ അത് കളിക്കാനായിട്ട് പറ്റണില്ല. ഞാനാണെങ്കിൽ ഒരു കിഡിലെ വണ്ടികളൊക്കെ എടുത്ത് എന്നാലും വച്ചേക്കായിരുന്നു, പക്ഷെ എനിക്കെന്താ അത് കളിക്കാൻ പറ്റണില്ല. ഞാനാണെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു റൂട്ട് എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിരുന്നതാണ്. അതൊന്നും എനിക്കാണെങ്കിൽ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും തന്നെ എന്തായാലും പറ്റണില്ല. എന്താണോ എന്തോ സീന് എനിക്കറിയത്തില്ല. നമുക്കെന്തായാലും അത് നോക്കണം എന്തായാലും. അതുകൊണ്ട് ബസ് സിമുലേറ്റർ എനിക്ക് കളിക്കാൻ പറ്റിയില്ല. അതല്ലാതെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവ് 3യുടെ മറ്റേ ഒരു പെന്നി വിഷിൻ്റെ ആ ഒരു സ്റ്റോറി വീഡിയോ അല്ല, അതിൻ്റെ ബാലൻസ് വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും വരുന്നതാണ്. ഏകദേശം ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ അതെന്തായാലും ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഞാൻ എന്തായാലും എടുത്തെന്നാലും വെച്ചിരിക്കുന്നതാണ്. നമുക്കിപ്പോൾ എന്തായാലും കളിക്കാം. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ മിനി കൂപ്പർ വാങ്ങാനാണ്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു കിഡിലെ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ മിസ്റ്റുബിഷി ലാൻസർ ഇവോയിങ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു സീൻ വണ്ടിയാണ്. ഇതല്ലാതെ തന്നെ എനിക്ക് എങ്ങനെയോ തന്നെ കിട്ടിയതാണ്. ഏതോ റേസ് എന്തോ കളിച്ചപ്പോൾ എനിക്ക് കിട്ടിയാണെന്ന് തോന്നുന്നു. അതുപോലെ ഒരു കിഡിലെ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഗായ്സ്, നമ്മളങ്ങനെ നൈസായിട്ട് നമ്മളങ്ങനെ ഈ റേസിന് കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ ജയിച്ചേക്കാണ്. എൻ്റെ മോനെ വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട്. നമ്മളങ്ങനെ ഈ റേസിന് കണക്കെ ജയിച്ചേക്കാണ്. എന്തായാലും നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും അടുത്ത റേസിന് കണക്കെ എന്തായാലും പോവാം. ഗായ്സ്, നമ്മളങ്ങനെ വീണ്ടും നമ്മളങ്ങനെ ഒരു പുതിയൊരു കിഡിലെ റേസിനുകളൊക്കെ നമ്മളങ്ങനെ വന്നേക്കാണ്. ഗായ്സ്, നമ്മളങ്ങനെ ഈ റേസിനുകളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ട് എന്തായാലും ഉണ്ട്. ഗായ്സ്, അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസും അപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെയാണ്. അതുപോലെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. നമ്മളിന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളെന്തായാലും വീഡിയോയുടെ പകുതി ആയപ്പോൾ നമ്മളെന്തായാലും പറഞ്ഞത്. എപ്പോഴും ഒരേ രീതി മതിയാ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ടാർഗറ്റിങ് എല്ലാം വെച്ചാൽ 400 നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പ്ലീസ് ഗൈസ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് 400 അടിപ്പിക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഗൈസ് എന്തായാലും 1K അടിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് പ്ലീസ് ഗൈസ്. ഞാൻ ഇങ്ങനെ പറയാണ് ഗൈസ്. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നല്ല രീതിക്ക് നമ്മുടെ ചാനലുകളൊക്കെ മുന്നോട്ട് എന്തായാലും പോകണം. എന്നാലേ നമുക്ക് ഇനി അടിപൊളിയുള്ള വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമ്മളെന്തായാലും GTA 5 വീഡിയോസും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഉടനെ തന്നെ നമ്മുടെ ചാനലുകളൊക്കെ നമ്മളെന്തായാലും കൊണ്ടെന്തായാലും വരുന്നതാണ്. GTA 5 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗെയിമാണ്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മളങ്ങനെ കളിക്കുകയാണ്. ഗൈസ്, ഇതും നമ്മൾ പുതിയതായിട്ട് എടുത്തൊരു വണ്ടിയാണ്. നമ്മൾ ബാക്കിയുള്ള റേസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വണ്ടിയാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ Audi RS3 സ്പോർട്ട് ബാക്ക് എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര്. കിഡിലെ വണ്ടിയാണ്. നമ്മളങ്ങനെ ഫസ്റ്റ് അടിക്കാനായിട്ട് പോകണം. ഇനി നിറയെ റേസുകളൊക്കെ കളിച്ചാലേ നമുക്ക് മിനി കൂപ്പറുകളൊക്കെ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ കുറേ കളിച്ചിട്ട് എന്തായാലും ഉണ്ട്. കുറച്ച് കാറുകളെങ്കിൽ അല്ലാതെ കിട്ടിയിട്ട് എന്തായാലും ഉണ്ട്. നമ്മളങ്ങനെ ജയിച്ചിട്ട് എന്തായാലും ഉണ്ട്. എന്തായാലും പൊളിയായിട്ട് തന്നെ എന്തായാലും ഉണ്ട്. ഗായ്സ്, നമ്മളങ്ങനെ വീണ്ടും ഒരു പുതിയൊരു റേസായിട്ട് നമ്മളങ്ങനെ വന്നേക്കാണ്. ഇതെന്ന് വെച്ചാൽ ഐസ്ലാൻഡ് എന്നുള്ളൊരു സ്ഥലത്ത് വെച്ച് നടക്കണ എന്തോ റേസ് നടക്കുന്നുണ്ട്. ഐസ്ലാൻഡ് എന്നൊക്കെ കൊടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഗൈസ്, നമ്മളെന്തായാലും പിന്നെ നമ്മുടെ ലാൻസർ കൊണ്ടാണ് വന്നേക്കണത്. ഗൈസ്, നമുക്ക് കുറേ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കണം. എന്നാലും നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. നമുക്കെന്തായാലും 50,000 രൂപ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു നമ്മുടെ മിനി കൂപ്പറിൻ്റെ വില.
അങ്ങനെ എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, എൻ്റെ ഓർമ്മയിൽ വന്നൊരു സംഭവമാണ്. ഓക്കെ, നല്ലൊരു കിടിലൻ വണ്ടിയാണ്. ഓക്കെ, ഫ്രണ്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന മിനി കൂപ്പർ. ഓക്കെ, പക്ഷേ മിനി കൂപ്പറിനെക്കാളും സ്പീഡെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലാൻസറിനാണ്. ഓക്കെ, അത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഈ ഫ്രണ്ടിൽ പോണ ഈ 2 കാറിന് നല്ല സ്പീഡ് കൂടുതലാണ്. അത് പോണ അതിനേക്കാളും ഏറ്റവും ഫ്രണ്ടിൽ പോണ കാറില്ല, അതിനാണ് നല്ല സ്പീഡ്. ഓക്കെ, ഇതാകുമ്പോൾ റോക്കറ്റ് പോലെയാണ് ആ വണ്ടി പോണത്. ഓക്കെ, വണ്ടിയുടെ പിന്നെ മാക്സിമം സ്പീഡുകളൊക്കെ എന്തായാലും 250 കയറലൊക്കെയാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ റേസിന് ഫസ്റ്റ് അടിക്കണം. ഓക്കെ ഓക്കെ എന്തായാലും ഇവിടെ എന്താണ് ഫുള്ളായിട്ട് എന്തോ വെള്ളം പോലത്തെ എന്തോ സാധനം വന്ന് നമ്മുടെ സ്ക്രീനിൽ കണക്ക് പറ്റിപ്പിടിക്കുകയാണ്. ഓക്കെ, എൻ്റെ മോനെ ഒന്ന് ഇടിച്ചിട്ടുണ്ട് സൈഡ്. കുഴപ്പമില്ല, നമ്മുടെ നൈട്രോ ഫില്ലായാലേ നമുക്കൊന്ന് കുറച്ചുകൂടെ പറന്ന് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. ഫ്രണ്ടിൽ ഒരു നൈട്രോയുടെ ഒരു ഇത് കാണുന്നുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും പറ്റുകയാണെങ്കിൽ സംഭവം നമ്മുടെ ബസ് സിമുലേറ്ററിൻ്റെ അത് നേരെ ആവണമെങ്കിൽ ഞാൻ എന്തായാലും നാളെ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഇട്ട് ഞാൻ എന്തായാലും വരുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇനി ഫുള്ളായിട്ട് അത് മാറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മളൊരു അടിപ്പം കിടിലൻ ബസ് എന്തായാലും സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, ഒരു സർപ്രൈസ് ആയിരുന്നു ആ ബസ്. ഓക്കെ, അതിനി ഇടാൻ പറ്റുമോ എന്തോ. ഓക്കെ, നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ എന്തായാലും നമുക്കെന്തായാലും മിനി കൂപ്പറുകളൊക്കെ എന്തായാലും പെട്ടെന്ന് തന്നെ എന്തായാലും സ്വന്തമാക്കണം. മിനി കൂപ്പറിന് അത്യാവശ്യം നല്ല സ്പീഡുകളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ നൈസായിട്ട് എന്തായാലും കത്തിച്ചെന്ന് വിടാം. ഓക്കെ, എന്തായാലും ഈ റേസിന് എങ്ങനെയെങ്കിലും ജയിക്കണം. പിന്നെ ഈ മഞ്ഞൊക്കെയാണ്. ഓക്കെ, നമുക്കൊരു കാര്യം നമുക്ക് ഷോർട്ട് കട്ടുകളൊക്കെ എടുക്കാം. നമുക്കിതിൻ്റെ അടിയിൽ കൂടെ പോകാം. ഷോർട്ട് കട്ടൊക്കെ പിടിച്ചാൽ നല്ല രസമാണ്. ഓക്കെ, പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഈ റേസ് എന്തോ ഒരിക്കൽ കളിച്ചിട്ടൊക്കെ തോന്നുന്നു ചുമ്മാ. ഓക്കെ, അപ്പം ഞാൻ അറിയാതെ തിരിച്ചെടുത്ത ആ വണ്ടി പിന്നെ ബാക്കിലോട്ട്. പക്ഷെ എന്താണ് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് വണ്ടി തിരിച്ചെടുത്തോണ്ട് ഞാൻ കണ്ടു മഞ്ഞൊക്കെ ഉള്ളൊരു ഏരിയ. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള റേസേഴ്സിൻ്റെ പോക ഒന്നനെ ഇവിടെ ഇല്ലേ, അവരൊക്കെ നല്ല ബാക്കിലാണ്. ഓക്കെ, അവരൊന്നും ഈ 7 അയലത്തോലും ഇല്ല കേസൊക്കെ, നല്ല ബാക്കിലാണ് അവരൊക്കെ. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വണ്ടിയുടെ ബ്രേക്ക് ടെസ്റ്റിംഗ് കൂടെ നടത്താം ചുമ്മാ കേസൊക്കെ. കിടിലൻ ബ്രേക്ക് ഇതൊക്കെ അത്രേ ഉള്ളൂ. ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ, കിടിലൻ. ഓക്കെ, ഓക്കെ ഗായ്സ്, അങ്ങനെ വീണ്ടും ഗൈസ് നമ്മളങ്ങനെ ഒരു കിഡിലെ റേസായിട്ടാണ് വന്നത്. ഇത് നമ്മൾ നേരത്തെ കളിച്ച പോലത്തെ ഐസ്ലാൻഡിൽ വെച്ചിട്ടുള്ള റേസ് തന്നെയാണ്. പക്ഷെ ഇതിന് വേറെ എന്തോ ഒരു സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിനെന്തോ ഇപ്പോൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നേരത്തെ ഉള്ള പോലത്തെ റേസ് അല്ല. ഓക്കെ, എൻ്റെ മോനെ ഇതെന്താ ഇൻഫിനിറ്റ് എന്നോ എന്തോ ഒരു സാധനം പോലത്തെ എന്തോ ഒരു പവർ പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടാണ്. എൻ്റെ മോനെ വണ്ടി റോക്കറ്റ് പോലെ പോവുകയാണ്. എൻ്റെ മോനെ ഇതെന്ത് സാധനമാണത്? ഞാൻ എൻ്റെ പേര് കറക്റ്റായിട്ട് കണ്ടില്ല. ഇൻഫിനിറ്റ് അങ്ങനെ എന്തോ എഴുതിയ. എൻ്റെ പൊന്നെ, വണ്ടി നല്ല റോക്കറ്റ് വിട്ട പോലെയാണ് പോണ. ബാക്കി വണ്ടികളുടെ തൊട്ടടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇവിടെ പെർഫെക്റ്റ് റൺസ്, പിന്നെ മീറ്റേഴ്സ് ഓൺ നൈട്രോന്ന് പിന്നെ എഴുതിയിട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ഇവന്മാരുടെയൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. മാക്സിമം നമുക്ക് എങ്ങനെയെങ്കിലും ഫസ്റ്റ് അടിക്കണം. വേറൊരു കാർക്ക് ഇത് കിട്ടിയിട്ടില്ല. നമുക്ക് എല്ലാത്തിനും അടിച്ചങ്ങിടാം. അത് പിന്നെ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള ഏരിയാസുകളൊക്കെ സ്പീഡിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പാകാണല്ലേ. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിലൊരു മെഴ്സിഡീസ് ബെൻസിൻ്റെ വണ്ടി പിന്നെ അങ്ങനെ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് എക്സ്ട്രാ ടൈം പോലത്തെ എന്തോ സംഭവം കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമ്മുടെ പുറകെ നമ്മുടെ പോലെ തന്നെ വേറെ വണ്ടികളായിട്ട് എന്തായാലും നമുക്കൊരു നൈട്രോ ഈ ഫ്രണ്ടിലുള്ള കാർ കാരണം കിട്ടണില്ല. നൈട്രോ കിട്ടിയാൽ നമ്മുടെ ടൈം കൂടും. ഓക്കെ ഓക്കെ, നൈട്രോ കാറിലൊക്കെ പോകുന്നുണ്ട്. കാരണം നമുക്ക് ബോണസായിട്ട് ടൈമുകളൊക്കെ ഇനി കിട്ടുന്നതാണ് ഈ ഒരു ഫ്ലൂയിഡ് പോലത്തെ ഈ സാധനത്തിൻ്റെ. ഉപ്പ് ഭയങ്കര മഞ്ഞുകളൊക്കെ നമ്മുടെ ഏകദേശം തീരുമാനമാറായി. നമ്മുടെ വണ്ടി ഇപ്പോൾ ഏകദേശം ഇതിൽ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓ നോ ഗൈസ്, നമ്മൾ 6th പൊസിഷനായി. ഇതിൽ തോക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ
പിന്നെ എനിക്ക് പവർ കിട്ടി. ഇതൊക്കെ ഇത്രയുള്ളൂ. ബോണസായിട്ട് കിട്ടി. പിന്നെ ഈ സാധനം കിട്ടിയേട്ടാ. ഫ്രണ്ടിലൊക്കെ പോണ വണ്ടി പിന്നെ ജെറ്റ് പോണ പോലെയാണ് പോണോക്കെ. അതിന് നമ്മുടെ ഈ ലാൻസറിനേക്കാൾ സ്പീഡുണ്ട്. ഓക്കെ, അവിടെ വേറെ പതുക്കെ ഒന്ന് പോകണം. അവനെയും പൊട്ടിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, 6th തന്നെ ഗൈസ്. ഗൈസ് പണിപ്പാളി ഗൈസ്, എന്ത് ചെയ്യാനാണ് ഗൈസ്? അയ്യോ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അല്ലാത്ത കുറേ റേസുകൾ നമുക്ക് എന്തായാലും കളിച്ചിട്ട് നമുക്ക് എന്തായാലും കുറേ ഇത് ഞങ്ങളൊക്കെ എന്തായാലും വയ്ക്കാം. ഓക്കെ, എന്തായാലും ഞങ്ങളൊക്കെ കുറേ ചെയ്യുന്നതാണ് കേസ്. ഓക്കെ, സമയമെല്ലാം കൂടെ ചേർത്ത് എന്തായാലും നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട്. ഓക്കെ, ഓക്കെ ഇത്രയൊക്കെ മതി, ധാരാളം. നമ്മളേറ്റവും അവസാനം ഗൈസ്, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ എന്തായാലും കുറേ റേസൊക്കെ കളിച്ച് ഞാൻ എന്തായാലും ആ വണ്ടി എടുത്തിട്ട് എന്തായാലും വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഗൈസ് ഫൈനലി ഗൈസ് അറ്റ് ലാസ്റ്റ് കുറേ ഗെയിം കളിച്ച് കുറേ സംഭവങ്ങൾ കിട്ടി. എല്ലാം കൂടെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി ഫൈനലി നമ്മൾ ഉദ്ദേശിച്ചതായിട്ടുള്ള നമ്മളുടെ മിനി കൂപ്പർ റോഡ്സ്റ്റർ നമ്മൾ സ്വന്തമാക്കി കളിക്കുക. ഈ ഒരു വണ്ടിയുടെ പേരാണ് മിനി കൂപ്പർ റോഡ്സ്റ്റർ. ഓക്കെ, സീന് വണ്ടിയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ചാത്രാണ് വണ്ടി. ഓക്കെ, അത്യാവശ്യം നല്ല സ്പീഡിലുണ്ട്. ചാവുട്ടി അരച്ചെടുത്തിട്ട് ഫ്രണ്ടിൽ നമ്മളതിൽ മുമ്പ് ഉണ്ടായിരുന്ന അവിടുത്തെ ഡോഡ്ജ് പോകണം. ഡോഡ്ജൊക്കെ ഇടിച്ചൊന്ന് വലത്തിയിട്ട് ഫ്രണ്ടിൽ പിന്നെ നമ്മുടെ ഈ ഗെയിമിലുള്ള മെയിനായിട്ടുള്ള ഒരു വില്ലൻ പോലത്തെ ഒരുത്ത ഉണ്ടല്ലോ, ഒരു മിനി കൂപ്പറൊക്കെ ഉള്ളു, അവനാണ് പോണത്. അവനെയൊക്കെ ഓവർടേക്ക് ചെയ്തൊക്കെ. ഇതാണ് മിനി കൂപ്പർ. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി. ഓക്കെ, എൻ്റെ മോനെ നമ്മൾ വിചാരിച്ച പോലെ അല്ല, സീൻ വണ്ടിയാണ്. വലിയ സ്പീഡ് കാണാൻ ചാൻസ് ഇല്ല. ഓക്കെ, പക്ഷെ നല്ല സ്പീഡ് എന്തായാലും ഉണ്ട്. ഓക്കെ, 120 ആണ്. പക്ഷെ എന്തിനേക്കാളും സ്പീഡ് കൂടുതലാണ് നമ്മുടെ മറ്റേ വണ്ടിക്ക്. ഓക്കെ, നമുക്ക് ഇനി നല്ല കൂടുതൽ വണ്ടികൾ നല്ലത് എടുക്കണം. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും കത്തിച്ച് തന്നെ എന്തായാലും വിടാം. ഓക്കെ, നമുക്ക് എന്തായാലും റോക്കറ്റ് പോലെ നമുക്ക് വിടാം. ഓക്കെ, മറ്റേ നമ്മൾ ഏകദേശം തൊട്ട് പുറകെ തന്നെ എന്തായാലും ഉണ്ട്. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ സൈഡിൽ കൂടെ നമ്മളങ്ങനെ വളച്ചെടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ നൈസായിട്ട് കാര്യം ഓഫ് റോഡ് പിടിക്കാം. ഓഫ് റോഡ് പിടിച്ച് കയറും. ഓഫ് റോഡിൻ്റെ അവിടെ നൈട്രൊക്കെ നിറച്ചിരിക്കും. എൻ്റെ മോനെ, ഈ വണ്ടിയുടെ മാക്സിമം നൈട്രൊക്കെ ഇട്ട് പോകുമ്പോൾ 236 ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡെന്ന് തോന്നുന്നു. അയ്യോ, വണ്ടി ഇതാ റോക്കറ്റ് പോലെ വേണം. എന്തായാലും നൈസായിട്ടല്ലോ. ഓക്കെ, ഇനിയും പുതിയ വണ്ടികളൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, അമ്മച്ചി അവസാനം കാലം അടച്ച് നല്ല കാര്യം. പക്ഷേ മറ്റവനെ കാണാനില്ല. അവനെങ്ങാനും കയറി വരുമെന്തോ പറയാൻ പറ്റില്ല ഗൈസ്. അവസാനം കൊണ്ടേ കാലം അടച്ച്. ഈ വണ്ടിയുടെ കൂടെ ബ്രേക്ക് പിടിച്ച് നോക്കാം. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ആയിരിക്കണം ഗൈസ് എപ്പോഴും. ഓക്കെ, ഫൈനലി ഗൈസ് ഫസ്റ്റ് അടിച്ചേക്കാണ്. വിഷയം തന്നെ എന്ത് രസമല്ലേ കാണാനായിട്ട്. മിനി കൂപ്പർ റോഡ്സ്റ്റർ ഒടുക്കത്തെ ലുക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ ലുക്കാണ് കാണാനായിട്ടൊക്കെ സാധനത്തിനൊക്കെ. കിഡിലെ സാധനം കിട്ടി. ഓക്കെ,
അപ്പോൾ ഗായ്സ് അത്രയുള്ള കേസാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇന്ന് സത്യത്തിൽ ഇതിൻ്റെ വീഡിയോ ആയിരിക്കില്ലായിരുന്നു, നമ്മുടെ ബസ് ലെറ്ററിലായിരിക്കും, പക്ഷേ ഇതാ പറ്റിയില്ല തോന്നുന്നു. ഓക്കെ, നോക്കിയിട്ട് പറയാം. എന്തായാലും ഇന്ന് ഉച്ചയ്ക്കാകുമ്പോൾ നമ്മുടെ ബാക്കി പെന്നി വിഷൻ്റെ വീഡിയോ, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയുടെ വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതിലായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട്, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞത് 300 കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എന്നാലും പ്ലീസ് മാക്സിമം ലൈക്ക് ചെയ്തിട്ട് എന്തായാലും വീഡിയോസ് കാണാം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. ഈ ഒരു വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1K കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും എന്നാലും 1K കാര്യങ്ങളൊക്കെ എത്തിക്കാനായിട്ട് നോക്ക്. വ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ഓക്കെ, ഇഷ്ടംപോലെ വ്യൂസൊക്കെ വേണം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.